യെസ്, വെനസ്വേലയിലെ സൈനിക നടപടിക്കെതിരെയാണ് US സെനറ്റിൽ പ്രമേയം പാസ്സായിരിക്കുന്നത്. 47-നെതിരെ 52 വോട്ടുകൾക്കാണ് പ്രമേയം പാസ്സായിരിക്കുന്നത്. ഇനി പശ്ചിമ ബംഗാളിലേക്കാണ്. പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസിന് ഭീഷണി സന്ദേശം എത്തിയത് ഇമെയിൽ വഴിയാണ്. ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് ലോക് ഭവൻ. വിവരങ്ങൾ നൽകാൻ ശ്രീകാന്ത് ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വെരി ഗുഡ് മോർണിംഗ്. ഈ പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസിന് നേരെ വധഭീഷണി ഉയരുന്നുണ്ട്. എന്താണ് ഈ സന്ദേശത്തിന്റെ ഉറവിടം? അശ്വതി, ഈ ഒരു വധഭീഷണി അദ്ദേഹത്തിന് എത്തിയത് അതിൽ എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തെ പൊട്ടിച്ചു കളയും എന്ന രീതിയിലാണ് ആ ഇമെയിൽ സന്ദേശത്തിനുള്ളിൽ അതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. പശ്ചിമ ബംഗാൾ ഗവർണറെ സംബന്ധിച്ചിടത്തോളം വലിയ ആ ഒരു മേഖല എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നേരെ അവിടുത്തെ ഭരണകക്ഷി തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ലോക് ഭവനിൽ ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എന്തെങ്കിലും അസ്വാഭാവികമായത് കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴും അന്വേഷണം നടക്കുന്നുണ്ട്. ശരി ശ്രീകാന്ത്, വ്യക്തമാണ്. പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസിനാണ് വധഭീഷണി നേരിട്ടിരിക്കുന്നത്. ഭീഷണി സന്ദേശമെത്തിയത് ഇമെയിൽ വഴിയാണ്. ഭീഷണി പശ്ചാത്തലത്തിൽ ഈ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് ലോക് ഭവൻ. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.